അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് മണപ്പുറത്ത് പോയത്. ചെന്നപ്പോൾ തന്നെ അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്ന കണ്ടു. നാടകമാണെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ പരിപാടിയൊക്കെ തീരാറായപ്പോഴാണ് ചെന്നത്. അത് കാരണം ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ മിക്ക കടകളും ഇങ്ങനെ പൂട്ടിയിട്ടേക്കായിരുന്നു. പിന്നെ വേറെ ഉണ്ടായിരുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു പോയി. കാരണം അതിൻ്റെ തുടക്കത്തിലൊക്കെ ഇതുണ്ടായിരുന്നേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വന്നത്. ആളുകളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൂപ്പി അദ്വൈതൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിച്ചാടി കിടക്കായിരുന്നു. പിന്നെ എനിക്ക് റൈഡിൽ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കണോണ്ട് അമ്മക്ക് കയറാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ റൈഡ്സിലൊന്നും അധികം സേഫ്റ്റി ഒന്നും ഉണ്ടാവില്ല. പിന്നെ നോക്കിയപ്പോൾ അവിടെ കുറേ ഗോസ്റ്റിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ റൈഡുകളിൽ കയറാത്തതിൻ്റെ വിഷമം തീർക്കാനായിട്ട് ഞങ്ങൾ ഗുണ കേവിൽ കയറി. ഇതാണ് ഗുണ കേവ്. ദിൽ ചാച്ചയും ഞാനും അദ്വൈതും കൂടെയാണ് കയറിയത്. ചെന്ന് കയറി കുറച്ച് നടന്നപ്പോൾ ഇവിടെ ഫുൾ ആനിമലിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ആനിമേഷനൊക്കെ ആയിട്ട്. അദ്വൈതനായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു. ദിൽ ചാച്ചത്തെ കാലിൻ്റെ അവിടെ നിന്ന് മാറുന്നില്ല. ലൈറ്റും പിന്നെ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു ഇവിടെ. ഇതിൽ കയറണമെങ്കിൽ ഒരാൾക്ക് വരുന്നത് 80 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് എത്രയാണെന്ന് അറിയില്ല. പിന്നെ അവതാറിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അതൊക്കെ എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ വലിയ രസമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞു. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്മ കാണിച്ചു തരുന്നത് അവിടുത്തെ വലിയൊരു കുരങ്ങ് നിന്ന് ചെണ്ട കൊട്ടുന്നു. മഴ പെയ്ത് കഴിഞ്ഞ് കിടക്കണോണ്ട് ഇവിടെ ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ. അമ്മ ഒരു പ്രാവശ്യം വീഴാനൊക്കെ പോയി. പിന്നെ അദ്വൈതും പൂപ്പി അവിടെ ഉള്ളൊരു ചെറിയൊരു കാറിൻ്റെ റൈഡിൽ കയറി. അങ്ങനെ അവര് ഹാപ്പിയായി. അവിടെ ആകാശത്തൊട്ടി ഉണ്ടായിരുന്നു, വഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വഞ്ചിമ കയറിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശാന്തമ്മ ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ റൈഡിൽ കയറാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോളിഫ്ലവർ ബജ്ജിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന്. ഞാനൊരു കോളിഫ്ലവർ ബജ്ജി കഴിച്ചു. പിന്നെ അദ്വൈത് എടുത്തത് മറ്റേ പൊട്ടറ്റോ റിങ്സ് പോലത്തെ സംഭവമാണ്. പിന്നെ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ.